ഹായ് ഗായ്സ്, നമുക്കിന്ന് എങ്ങനെ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് 3 ഓപ്ഷൻസ് വരും. അതിനകത്ത് എന്തൊക്കെ വേണ്ട. അപ്പോൾ അതിനകത്ത് നമ്മൾ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിന് ഞാൻ ഇപ്പോൾ ന്യൂ എന്ന് പറയുന്ന ബട്ടൺ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. അപ്പം നമുക്ക് വീഡിയോ ഉണ്ടാക്കാനായിട്ടുള്ള പിക്ചേഴ്സ് ഏതാണോ അത് നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യമുള്ള പിക്ചേഴ്സൊക്കെ ഗാലറിയിൽ നിന്നോ സ്ക്രീൻഷോട്ടിൽ നിന്നോ സ്ക്രീൻ റെക്കോർഡിൽ നിന്ന് അങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗാലറി അല്ല, ആൽബം. അപ്പോൾ ഞാൻ കുറച്ച് പിക്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിക്ചേഴ്സ് നിങ്ങളുടെ ഫോട്ടോസ് ഇഷ്ടമാണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഏകദേശം പിക്ചർ സെറ്റായി. ഇനി ടിക്ക് മാർക്ക് കൊടുക്കുക, എന്നിട്ട് ഓൺ കൊടുക്കുക. ഇനി നമുക്കത് സെറ്റായോ എന്ന് അറിയാൻ വേണ്ടി ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഇത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. ഇവിടെ ക്യാൻവാസ് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള എത്ര സൈസിൽ വേണമെന്ന് കൊടുക്കുക. അതല്ലാതെ ഓഡിയോ ഉണ്ട്. ഓഡിയോ ഞെക്കാണെങ്കിൽ മ്യൂസിക്, എഫക്ട്സ്, റെക്കോർഡ്, ഓൾ സ്പീച്ച് അങ്ങനെ ഏത് വേണമെങ്കിലും കൊടുക്കാം. മ്യൂസിക് അതിനകത്ത് തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതല്ലാതെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാം. പിന്നെ എഫക്ട്സിൽ പോയാൽ പല എഫക്ട്സും ഉണ്ട്. ഏത് എഫക്ട്സ് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് വീഡിയോയിലേക്ക് കൊടുക്കാം. ഇനി അതല്ലാതെ റെക്കോർഡ് ഉണ്ട് നിങ്ങൾക്ക് പറയണമെങ്കിൽ അതിനകത്ത് തന്നെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതല്ലാതെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഏത് സൗണ്ടിലാവണമെന്നും അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, അത് സെറ്റായിട്ടുണ്ട്. ഇനി അവിടെ സൈഡിൽ കൊടുത്തേക്കുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. അതല്ലാതെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ടെക്സ്റ്റ് കൊടുക്കുക, സ്റ്റിക്കർ, ടെക്സ്റ്റ് ക്യാപ്ഷൻ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. സെറ്റായതിന് ശേഷം എക്സ്പോർട്ടിൽ പോവുക. അപ്പോൾ എക്സ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ റെഡി ആയിക്കോളും. അതിൻ്റെ ഇടയ്ക്ക് പരസ്യം വന്നിട്ടുണ്ട് ഗൈസ്. പരസ്യം ഞാൻ കളയാൻ നോക്കിയിട്ട് പോകണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്യം കുറച്ച് നേരം കാണേണ്ടി വരും. അങ്ങനെ ഗൈസ് ഏകദേശം പരസ്യം തീർന്നിട്ടുണ്ട്. അത്രയ്ക്കേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് സെൻഡ് ചെയ്യണമെന്ന് ആക്കാം. അപ്പം ഞാനിവിടെ വാട്സപ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നേരെ വാട്സപ്പിലേക്ക് സെൻഡ് ആയിക്കോളും. വാട്സപ്പിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാട്സപ്പിലേക്ക് നമ്മൾ സെൻഡ് ആക്കിയിട്ടുണ്ട്. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് നമുക്ക് ഏതിനകത്തേക്ക് വേണമെങ്കിൽ സെൻഡ് ആക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ.